ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മളുടെ വീട്ടിലെ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കഴിച്ചു. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം വിഷ്ണുമോൻ വന്നിട്ടുണ്ട്. ഓക്കെ, ദുബായിൽ നിന്നും ഒരു 1 month ലീവിന് വന്നിരിക്കുകയാണ്. ഓണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുള്ളൂ. അപ്പോൾ വിഷ്ണു വന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി, ദാറ്റ് ഈസ് ടുഡേ ഏർലി മോർണിംഗ് ആണ് വന്നപ്പോൾ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നു. അനുകുട്ടിയും കുഞ്ഞുമൊക്കെ കിടക്കുന്നേ ഉള്ളൂ, എണീറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പുറത്തെ പണികൾ എന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണികൾ കുറേ ഉണ്ട്. അതിൻ്റെ പരിപാടിയൊക്കെ നടക്കുകയാണ്. വെളിയിലത്തെ സിമെൻറ്റഡ് തറയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് ഡ്യൂ ആണ് അവിടെ വൃത്തിയാക്കുക എന്നുള്ളത്. ഇപ്പോൾ പുടുമോള് പുറത്തിറങ്ങി നടക്കുമ്പോൾ താഴെ വീണാൽ കാല് മുറിയുന്ന അവസ്ഥയാണ് മുട്ട്. കാരണം സിമെൻറ്റൊക്കെ അവിടെ ഇളകി റഫായിട്ട് കിടക്കുകയാണ്. നമ്മളവിടെ ടൈൽ ഇട്ടിട്ടില്ലല്ലോ, ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ടൈലൊക്കെ ഇടേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ ഞാനും അനുകുട്ടിയും കൂടി ഇന്നലെ പോയി ടൈൽ സെലക്ട് ചെയ്തു. സിറ്റിയിൽ ടൈൽ കിട്ടുന്ന ഏരിയാസ് ഉണ്ട്, നല്ല കടകളുണ്ട്. അതിലൊരു കടയിൽ അവരുടെ തന്നെ ഹെഡ് ഓഫീസിൽ പോയാണ് എടുത്തത്. പേയാട് ഭാഗത്താണ്. എന്തിനാണ് അവിടെ പോയെന്ന് വെച്ചാൽ അത് ഇതിനെക്കാട്ടി വലിയൊരു കടയാണ്, ചോയ്സ് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോയ്സ് കാണാനായിട്ടൊക്കെ പോയി. അപ്പോൾ അത് കാണണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ടൈൽ വാങ്ങാൻ പോയ വിശേഷം അത് കണ്ടിട്ട് തിരിച്ചു വരാം. കാട്ടാക്കടയിലുള്ളതാണിത്, റൈറ്റി മാർബിൾസ് ബിഗ് ഷോറൂം. നല്ല മണം. ഞാനും അവനും കുട്ടിയും കൂടിയാണ് പർച്ചേസ് സെലക്ഷൻ എത്തിയത്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. വാട്ട് എ സെലക്ഷൻ. എല്ലാവരും ഇതിലേക്കാണ് നമ്മളെത്തിയത്. ഇതല്ലേ നൈസ്. നോക്കട്ടെ. ഇതിലേക്ക് എത്തിയിരിക്കണം നമ്മൾ. മറ്റേ സ്റ്റോക്ക് ഔട്ട്. ശരിക്കും ഇതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ചോയ്സ് ഓക്കെ. തിരക്കുള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടെ നല്ല സ്റ്റൈലായിരുന്നു. പക്ഷേ ഇഷ്ടമായിരിക്കും. നമ്മളവിടെ ഗേറ്റ് തുറന്ന് കാത്ത് കയറുമ്പോൾ കരിങ്കല്ലിട്ട് ഇതാണ് ഫൈനലൈസ് ചെയ്ത് അവസാനം ഇതിലേക്ക് എത്തി. മൊസൈക്ക് ഡിസൈനാണ്. ഇതെല്ലാം ശരിക്കും മറ്റേ മൊറോക്കൻ സ്റ്റൈൽ. ചില റെസ്റ്റോറൻറ്റ്സിൽ പോകില്ല നമ്മൾ മൊറോക്കൻ, നമ്മൾ ഡെക്കർ ഇങ്ങനെയൊക്കെ ഉള്ള ടൈൽസ് വെച്ചാൽ. ഓ, ഇതൊരു ബിഗ് ഷോറൂമാണ്, പറയാതിരിക്കാൻ വയ്യ. വെറൈറ്റി മാർബിൾസിൻ്റെ. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്നു. ഇന്ന് വൈകുന്നേരം അവർ എത്തിക്കുന്നു പറഞ്ഞു വീട്ടിൽ. നാളെ പണി തുടങ്ങും. അങ്ങനെ ടൈലൊക്കെ വാങ്ങി തിരിച്ചു വന്നു. അത്
ലേ ചെയ്യുന്ന മേസ്തിരി അദ്ദേഹവും ടീമും ഒക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. പുള്ളി ഇന്നലെ കടയിലും വന്നിരുന്നു കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ രാവിലെ വന്നു, അവിടെ ടൈൽ ലേയിങ് പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വിത്തിൻ 2 days തീർക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്ലാൻ അനുസരിച്ചിട്ടാണെങ്കിൽ ഫ്രണ്ട് പോർഷൻ മാത്രം ഇട്ടാൽ മതി എന്നായിരുന്നു. പിന്നെ വിചാരിച്ചു ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ വൃത്തികേടായിരിക്കും. മാത്രമല്ല സ്ലോപ്പിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പോൾ ബാക്ക് സൈഡും ഇടണം. ബാക്ക് അതും ഇടേണ്ടത് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ബാക്കും ഫ്രണ്ടും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ ബാക്കിലോട്ട് വേറൊരു കളർ, ഫ്രണ്ടിലൊരു കളർ, അങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കോസ്റ്റ്ലിയർ ആയിട്ടുള്ളത് ഫ്രണ്ടിലും കുറച്ചുകൂടെ പൈസ കുറവുള്ള ടൈല് ബാക്കിലും, അങ്ങനെയാണ് പ്ലാൻ. ഓക്കെ, കാര്യം അത് കുറച്ചുകൂടെ റഫ് യൂസ് ആണല്ലോ. ബാക്ക് സൈഡ് വലിയ വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കും. കാര്യം നമ്മുടെ കേറ്ററിംഗ് കിച്ചനും ബാക്കിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട്. പണിയുടെ പരിപാടികളൊക്കെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി വിഷ്ണുവിന് ഭക്ഷണം കൊടുക്കുന്നതിനായിട്ട് ഞാൻ വിചാരിക്കണം, കുറേ നാളായില്ലേ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ വിഷ്ണുവിന് കണക്കാക്കിയിട്ട് ഇന്ന് നെത്തോലി മീൻ കിട്ടുമെന്നറിയില്ല, ശ്രമിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ നോക്കിയിട്ട് നെത്തോലി ഇല്ലായിരുന്നു, അപ്പോൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കൊഞ്ച് സെറ്റാണ്, കൊഞ്ച് നെത്തോലി ഇതൊക്കെയാണ് വിഷ്ണുവിന് കൂടുതൽ ഇഷ്ടം. പിന്നെ ചിക്കൻ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പ്ലാനുണ്ട്. അപ്പോൾ അതുമൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ വിഷ്ണുവിനെ കാണിക്കാം കേട്ടോ. വിഷ്ണു എണീറ്റ് വരട്ടെ, കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് വിഷ്ണുവിനെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ടൈലെല്ലാം കൊണ്ടുവച്ചു. ഇത് കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വേറെ കുറച്ച് ഉള്ളിലുണ്ടായിരുന്ന മെയിൻ്റനൻസ് വർക്കിൻ്റെ ബാക്കി അതെല്ലാം ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം. അതിന് ആൾ വരുമെന്ന് പറയും. ഇതാണ് നമ്മുടെ മുറ്റം. നിങ്ങളെപ്പോഴും കാണുന്നത് തന്നെയാണ്. ചെറിയ ചേർത്ത് കെട്ടിയിരിക്കുക, പാവം ചെറിയ വോളിനോട് ചേർത്ത് കയറി വെച്ച് കെട്ടി ആഴ്ച കിടക്കും നമ്മൾ. എനിക്കിത് ബണ്ണി തൊപ്പിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ബോ വെച്ചുകൊണ്ട് നടക്കണം. തസ്നിയുണ്ട് ഇവിടുത്തെ വർക്ക് നടക്കുന്നു. കൂടുതൽ വെയിലത്തിറങ്ങണം. അയ്യോ വെയിൽ പോലെ ഞാൻ പറഞ്ഞു മൂണാകുമ്പോൾ വരാം. മൂണിൻ്റെ കൂടെ ഇറക്കാം രാത്രി. ഓക്കെ, നമുക്ക് കാണാം. അയ്യോ വെയിൽ 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 സോൾ വെയിൽ. ഇതാരാ ഇതാരാ? നമ്മൾ പണിയാണ്. പണി കാണാം. ഓക്കെ, ഭയങ്കര വെയിലാണ് ഇവിടെ ഇപ്പോൾ. ഓക്കെ, 2 ദിവസത്തെ പണിയുണ്ടെന്ന് പറഞ്ഞേ. ഇതാണ് കളർ നമ്മുടെ ടൈലിൻ്റെ. ഫൈനലി ഒരു മൊസൈക്ക് ഡിസൈനാണ്, പക്ഷേ മാറ്റാണ്. ഇത് പാർക്കിംഗ് ടൈലാണ്. ഓ മുന്നേ വാ പണി പുരോഗമിക്കുന്നു. നമുക്ക് അകത്തേക്ക് പോകാം. അതേ നോക്കൂ, ഭയങ്കര വെയിൽ കേട്ടാ. അപ്പോൾ കുളി കഴിഞ്ഞാലേ ഉള്ളൂ. ചെറീസ് പറിക്കാം. ഓക്കെ, അപ്പോൾ ഡേ 1ൻ്റെ വിശേഷം വരെ നിങ്ങൾ കണ്ടു. ഇവിടെ എല്ലാം ഇവർ ടൈലിട്ട് ഏതാണ്ട് ഇതുവരെ എത്തി. ഇനിയിപ്പോൾ ബാക്കിൽ ടൈലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ടൈല് മേടിച്ചതും എല്ലാ കാര്യങ്ങളും ആയിരുന്നു. നോക്കി, ഇതാണ് കളർ. കണ്ടാൽ മൊസൈക്കിൻ്റെ ഡിസൈനാണ്. ഇതൊന്ന് വാഷ് ചെയ്താലേ ഇതിൻ്റെ വൃത്തി അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ സിമെൻറ്റും അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അതിൻ്റെ എല്ലാം കൂടി ചേർന്ന് ഫുള്ള് ചളവളമായിട്ട് കിടക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇവിടെ എല്ലാം ക്ലിയറിംഗ് ഉണ്ട്. ഓക്കെ, കുറച്ച് ക്ലിയറിംഗ് വർക്കുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇട്ട് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ രീതിയിലായി കഴിഞ്ഞു. ഇവിടുന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ബാക്ക് യാർഡിൻ്റെ പണി പുരോഗമിക്കുന്നു. ഈ കളറ് നല്ലതാണ്, ഒരു ബ്രൗൺ. അപ്പോൾ വർക്ക് പുരോഗമിക്കുന്നു. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഇതെല്ലാം ഒന്ന് നീറ്റാക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ വിഷ്ണു എല്ലാം എണീച്ച് വരാൻ സമയമാകി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കിച്ചണിലേക്ക് പോകണം. ഇന്ന് ഞാൻ വിചാരിക്കുന്നു, ചിക്കൻ ഇഷ്ടമാണല്ലോ വിഷ്ണുവിന്. അപ്പോൾ ചിക്കനും റൈസും കൂടി മിക്സ് ചെയ്തിട്ടൊരു ചിക്കൻ കറി റൈസ് ഉണ്ടാക്കാം. ഒരു സലാഡും പപ്പടവും മാത്രം മതി.
1 pot ഡിഷാണ്. അപ്പോൾ അതുണ്ടാക്കാം. ഓക്കെ, ഇവിടെ ഒരു റൂഫ് ഉണ്ടായിരുന്നു, അത് മാറ്റി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആർച്ച് ഷേപ്പായിരുന്നു, സെമി സർക്കിൾ. അത് കുറച്ച് തുരുമ്പൊക്കെ എടുത്ത് ആ മെറ്റൽ ഇതായിരുന്നു. ഇത് മാറി, ഇത് ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനൊരു സാധനമാക്കി. ഇത് ടഫൻ ഗ്ലാസ് എന്നെന്താണ് എനിക്ക് പറയുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഏതാണ്ട് ഇതേ സിമിലർ പാറ്റേൺ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് കൊള്ളാം, നല്ലതായിട്ടുണ്ട്. അപ്പോൾ ആ സെയിം പാറ്റേൺ തന്നെ ഇവിടെ ചെയ്തു. ഇതെല്ലാം പല ദിവസങ്ങളായിട്ട് നടന്ന പരിപാടികളാണ്. പലതരം മെയിൻ്റനൻസ് വർക്ക് ഈസ് ഗോയിങ് ഓൺ. ഞാൻ എല്ലാവരും പറയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാനും ഭയങ്കര ബിസി ആയിട്ട് ഓടുന്നു. പിന്നെ അതുപോലെ എനിക്ക് കുറേ ഷൂട്ട് വർക്ക് ഉണ്ടായിരുന്നു. കൈരളിയുടെ നമ്മുടെ ഓണം റിലേറ്റഡ് ഒരു പായസറാണി മത്സരം. അതിൻ്റെ ഒരു ഫുൾ ഷൂട്ടായിരുന്നു, 2 full days. അതിൻ്റെ വിശേഷങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനും വളരെ ടയർഡായിട്ട് നിൽക്കുന്ന സമയമാണിത്. അപ്പോൾ ഓക്കെ, നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഞാൻ അകത്ത് കിച്ചണിലേക്ക് പോട്ടെ. ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നു, ചിക്കൻ കറി റൈസ്. അങ്ങനെ കിച്ചണിലെത്തി, ലഞ്ച് മേക്കിംഗ്. അപ്പോൾ വിഷ്ണു സ്പെഷ്യൽ ഇന്ന് ചിക്കൻ കറി റൈസ്. ഒറ്റ പോട്ടാണ് കേട്ടോ, വേറെ ഒരുപാട് കറിയൊന്നും വേണ്ട, ഒരു സലാഡ് മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വെള്ളത്തിൽ, ഇത് സെലാ റൈസാണ് കേട്ടോ, സെലാ റൈസ് എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ, നമ്മൾ കപ്സയൊക്കെ ഉണ്ടാക്കാൻ നല്ല റൈസാണ്. കൂടുതൽ ഹോട്ടലുകാരൊക്കെ കപ്സയൊക്കെ ഉണ്ടാക്കണം. ഇത് വെള്ളത്തിൽ പക്ഷേ കുതിർക്കണം, ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വെക്കണം. എന്നിട്ട് ഊറ്റി വെച്ചാണ്. ഞാനിതിപ്പോൾ ഏതാണ്ട് ഒരു 1 hour അടുപ്പിച്ചായി വെള്ളത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പണി നടക്കുകയാണ്, നമ്മുടെ ടൈൽ വർക്കൊക്കെ. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക, അത് സാരമില്ലല്ലേ. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഇതിങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 കപ്പ്, ഞാൻ നമ്മുടെ 240 ml കപ്പിൽ 2 കപ്പ് അളന്ന് വെച്ചു. അത് പൊലിക്കും കേട്ടോ, ശരിക്കും നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടും. പിന്നെ ചിക്കൻ ഒരു 1.5 കിലോയുടെ ചിക്കൻ ഞാൻ കട്ട് ചെയ്ത് കഴുകി സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് അടച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ എടുക്കാം, സമയമാവട്ടെ. ഇനി ഒരു മസാല ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ റൈസും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ്. അടുപ്പ് കത്തിക്കട്ടെ. സാധാരണ ഞാൻ ഈ സമയത്ത് ജനലൊന്നും അങ്ങനെ തുറന്നിടാറില്ല, പക്ഷേ അകത്ത് കുറച്ച് ഈച്ച കയറിയിട്ടുണ്ട്. ആ ഈച്ച ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ജനൽ തുറന്നിട്ട്. അത് പോകുന്നവരെ ഓപ്പൺ ആവാം, അത് കഴിഞ്ഞ് നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇതൊരു, ഞാൻ സാധാരണ ബിരിയാണിയൊക്കെ വെക്കുന്ന പാത്രമാണ്. അപ്പോൾ കുറച്ച് ചൂട് കട്ടിയുണ്ട്, ഗ്ലാസ് അടപ്പുണ്ട്. അപ്പം എയർ ടൈറ്റായിട്ടിരിക്കും. കുറച്ച് കാര്യങ്ങൾ, ചെറിയ ഉള്ളി, പച്ചമുളക്, 1 കപ്പോളം ചെറിയ ഉള്ളി, ഒരു 2 വലുതാണെങ്കിൽ 2 സവാള, ചെറുതാണെങ്കിൽ ഒരു 3-4 വരെ ആകാം. അതും എടുത്ത് വെച്ചു. എല്ലാം അരിഞ്ഞു, ഹാഫ് സ്ലൈസസ്. ഇത് ഓരോന്നും 2ആയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചു. 2 പച്ചമുളക് 2ആയിട്ട് മുറിച്ച് വെച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെയാണ് മെയിൻ. ടൊമാറ്റോ എടുക്കണം. പഠിച്ചു ഇനി അത് കറങ്ങി എത്തി കേട്ടോ. പിന്നെ ഇത് ഇച്ചിരി എണ്ണ ഒഴിക്കുന്നു. എണ്ണയാണ്, ഇതിപ്പോൾ വെളിച്ചെണ്ണയിലും ആകാം, ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. പച്ചക്ക പീസസ്, പിന്നെന്താ 4-5 ഏലക്ക, 4-5 ഗ്രാമ്പൂ, പെരുംജീരകം, പിന്നെ നമ്മുടെ ചെറിയ ജീരകമുണ്ട്, സാജീരകം. അത്ര കാര്യങ്ങൾ. സാജീരകം എന്ന് പറഞ്ഞാൽ ഭയങ്കര മണം കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും കാര്യങ്ങൾ. പിന്നെ ഇഞ്ചി പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെച്ച് ഇടും. പേസ്റ്റോ നന്നായിട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് ചതച്ചതാണ്. പച്ചമുളക് ഒന്ന് വാടി തുടങ്ങി. ഇതിനോടൊപ്പം ചെറിയ ഉള്ളി ചേർക്കാം. ഏകദേശം 1 കപ്പോളം ചേർക്കാം. സവാള 2 വലിയ സവാളയാണെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ ഏതാണ്ടൊരു 3-4 സവാള ചെറുതായിരുന്നു, അതാണ് ഞാൻ അതിന് വെച്ച ഹാഫ് സ്ലൈസസ്. എല്ലാം കൂടി ഒന്ന് വഴണ്ട് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്തുള്ളൂ, ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്തിട്ട് മുതിഞ്ഞ് കിട്ടും. ചിക്കൻ്റെ പീസസ് എല്ലാം സെറ്റ്. ഒരു വിധം വലിയ പീസാണോ എന്ന് ചോദിച്ചല്ല, ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് അവർ കട്ട് ചെയ്ത് തന്നതാണ്, ഞാനല്ല കട്ട് ചെയ്തത് കേട്ടോ. ലെഗ് പീസ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കാൻ പറഞ്ഞു, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് ജസ്റ്റ് ഒന്ന് വരഞ്ഞിടാം 2ലേക്ക്. ബാക്കിയെല്ലാം ഓക്കെ, പറ്റുന്ന പോലെയൊക്കെ മാറ്റങ്ങൾ വരും. ജസ്റ്റ് ഒന്ന് വരയാം. ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലുതെന്ന് തോന്നുന്ന പീസസിന് ഇത് എല്ലാം, ഇതും വലിയ പീസാണ്. നോക്കിയാൽ മതി, കുഴപ്പമില്ല, അഡ്ജസ്റ്റായി. ഓക്കെ, ഇത് നല്ല ഫ്ലഷി പീസാണ്, എല്ലില്ലാത്ത പീസ്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാ കാര്യങ്ങളും ഒക്കെ വേണ്ട ഏതാണ്ട് മൂത്തം അടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ മാറി വരുന്നു. ഉള്ളിയും കൊച്ചുള്ളിയും എല്ലാം
ഇത് നോക്കിയാൽ ചിക്കൻ റെഡി. ഞാൻ അതിലേക്ക് വെച്ചു. ടൊമാറ്റോ ഇസ് റെഡി. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ഓരോ പിടി എടുക്കാം. അതും സെറ്റ്. അല്ലാണ്ട് ഫാസ്റ്റ് കുക്കിങ്ങിന് പറ്റിയ 1 pot ഡിഷല്ലേ, അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ചെയ്യും. ആക്ച്വലി പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ഇങ്ങനെയാണ്. ഇപ്പോൾ പറതി വന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വയ്ക്കാറ് ഒരു ദിവസം ഉണ്ടാവില്ല. കാരണം എഴുന്നേറ്റ് വരുമ്പോൾ താമസിക്കും. ഒന്ന് ആ ടൈം ബാൻഡ് മാറണമല്ലോ, അവർക്ക് അവരുടെ ടൈം സോണിലായിരിക്കുമല്ലോ ജെറ്റ് ലാഗും ഒക്കെ. വിഷ്ണുവിനാണെങ്കിൽ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആവും. ബ്രേക്ക്ഫാസ്റ്റ് മിക്ക ദിവസവും ഇപ്പോൾ സ്കിപ്പാണ്. ഇപ്പോൾ ലഞ്ച് ഏർലി ലഞ്ച് കൊടുക്കാമല്ലോ. ഇനി അഥവാ കഴിച്ചാലും വല്ല എന്താ പറയുക കോൺഫ്ലേക്സോ എന്തെങ്കിലും സീരിയൽസ് ഉണ്ടാവും, പാലൊഴിച്ച് കഴിച്ചാൽ മതി. പിന്നെ കോഫി കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ചോറ്. നെത്തോലി ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. പിന്നെ നെത്തോലി ഉണ്ടാക്കാൻ ഞാൻ അന്വേഷിച്ചിട്ട് നെത്തോലി ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചെന്നാൽ ഒരു 1 pot ഡിഷ് ഉണ്ടാക്കാം. ആയി വരുന്നുണ്ട്, കണ്ടല്ലോ. ഇവിടെ പുറത്തെ ശബ്ദമാണ് കേട്ടോ, അവിടെ നമ്മുടെ പണി നടക്കുന്നുണ്ട്, അതൊരു വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഈ ഒരു സമയം ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. ഇനി കുറച്ച് പൊടികളൊക്കെ ഇടണം. ആദ്യം ഇച്ചിരി ഉപ്പിടാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി മൂക്കട്ടെ. മൂത്തത് മണം വരും. മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ആകാം. മല്ലിപ്പൊടിയും ഇടാം. ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മോളെ പൊടു കമോൺ പിപ്പി. അയ്യോ, മോള് വീണ്ടും വന്നു. ഈ കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി. ടൊമാറ്റോ ചേർക്കണം. ആദ്യം നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ഞാനിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കുക്ക് ചെയ്യാൻ പഠിക്കുക. റൈറ്റ് ഹാൻഡിൽ പുടുപോളുണ്ട്. ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ ചെയ്യാമല്ലോ. മക്കളെ ഇതേ നോക്കൂ, മല്ലിയില പുതിന. ഓക്കെ, ഇത് മല്ലിയില പുതിനയില ഓരോ പിടി ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോ ഒന്നുകൂടി ഒന്ന് വാടട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഡ്രിങ്ക് സം വാട്ടർ. കുറച്ച് വെള്ളം ഒഴിക്കണേ, തിളച്ച വെള്ളം. പൊടി ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് വന്നിട്ട് പോവാണ്. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് കുഴഞ്ഞു തുടങ്ങി. നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു, ചൂടുവെള്ളം, ഒന്ന് വേകാനായിട്ട്. മസാലയും എല്ലാം കുഴയുന്ന പോലെയായി. ഇനി ചിക്കൻ്റെ പീസസ് കുറച്ചുപ്പിട്ടിരുന്നു, അത് പോരാ. ഇനി റൈസിനൊക്കെ ഉപ്പ് വേണ്ടേ, അപ്പോൾ ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ചുകൂടി ഉപ്പ്. കറി ഏതാണ്ട് റെഡിയാകും. ഇങ്ങനെ ഒന്ന് ഇതായി വരുമ്പോൾ അറിയാം എത്ര ഉപ്പ് വേണം. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങും, അത് നമ്മൾ മനസ്സിൽ കാണണം. ഈ മസാലയുടെ കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. സോ ഇങ്ങനെ കുറച്ച് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ്, സെല്ല റൈസാണ്, ഞാൻ എടുത്ത് പറയുവാണ്. ഇതൊരു 3/4 മണിക്കൂർ, ഒരു 1/2 to 1 hour സോക്ക് ചെയ്തിട്ട് ഊറ്റി വെച്ചതാണ്. എന്നാലേ ഇത് നന്നായിട്ട് താഴെയായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ജനലടയ്ക്കട്ടെ. അല്പം ഗരം മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. 1/2 ടീസ്പൂൺ ഇട്ടു. ഓക്കെ. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, ഒരുപാടൊന്നും വേണ്ട, എരിവൊക്കെ ഉണ്ടാവും, ഒരു ഫ്ലേവറിന് മാത്രം 1/2 ടീസ്പൂൺ. ഇത് റൈസും കൂടി ചേർക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെല്ലാം കൂടി യോജിപ്പിക്കും. എല്ലാ മസാലയും ചിക്കനിലും റൈസിലും എല്ലാം ഒരുപോലെ പറ്റട്ടെ. ഇനി ആ ചിക്കൻ വേകുമ്പോൾ അതിൻ്റെ സ്റ്റോക്കിലാണല്ലോ വേകുന്നത്, ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം, ആ സ്റ്റോക്ക് എന്തായാലും ഉണ്ടാകും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലേവറെല്ലാം തന്നെ റൈസിൽ പിടിക്കുകയും ചെയ്യും, ടേസ്റ്റ് കൂടും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്.
ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഡബിൾ ദ ക്വാണ്ടിറ്റിയാണ്. 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ നിന്നും കുറച്ച് സ്റ്റോക്ക് എന്തെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഒഴിച്ച ആ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് 4 കപ്പ്. ആദ്യം ഞാൻ ഇച്ചിരി 1/2 കപ്പ് വെള്ളം ഒഴിച്ചുള്ളൂ, ടൊമാറ്റോ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട്. കുഴപ്പമില്ല. ടോട്ടൽ 4 കപ്സ്. ഇനി സ്റ്റോക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് വെള്ളം ചിലപ്പോൾ കുറച്ചുകൂടി ഇറങ്ങും. പക്ഷേ ഈ അരി ഇച്ചിരി വേഗമുള്ള അരിയാണ്. അപ്പോൾ നമ്മൾ ചോറുണ്ണാനായിട്ടൊക്കെ വയ്ക്കുന്ന അരി പോലെ തന്നെയാണ്. നമ്മുടെ ബസ്മതി റൈസിൻ്റെ ആ ഒരു സ്റ്റൈലല്ല. അതാണെങ്കിൽ പെട്ടെന്ന് വേഗം. ഇത് അതിലും ടൈം എടുക്കുന്നതാണ്. കുറച്ചുകൂടി ഉറപ്പുള്ളതാണ് ഇത്. അപ്പോൾ ഇച്ചിരി ഉപ്പ് നോക്കിക്കോട്ടെ. ഒരല്പം ഉപ്പും കൂടി ആകാം. പിന്നെ അവസാനമായിട്ട് ഇളക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി നന്നായിട്ട് ഒരു തിള വന്നു തുടങ്ങട്ടെ. എന്നിട്ട് നന്നായിട്ട് പാത്രം ഒന്ന് അടച്ചിടാം. എയർ ടൈറ്റായിട്ട് വയ്ക്കാം. എന്നിട്ട് തീ കുറച്ച് വേവിക്കാം. വെന്ത് വറ്റി കിട്ടണം. അപ്പോൾ ചോറും വേകണം, റൈസും വേകണം, പിന്നെ അതുപോലെ ചിക്കനും വേകണം. ഇനി എന്തെങ്കിലും കാരണവശാൽ കുറവാണ് വേഗമെന്നുണ്ടെങ്കിൽ ഇച്ചിരി തിളച്ച വെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നോക്കിയിട്ട് ചെറുതായി തള വന്നു തുടങ്ങി. കുക്ക് ചെയ്ത് കഴിക്കുന്നു. അയ്യോട്ട് ചക്കരി. എങ്ങനെയാണ് കുഞ്ഞ് കഴിക്കാൻ പോണേ? വരും, അമ്മ എടുക്കട്ടെ. വരും. പാത്രം അടയ്ക്കാം. എയർ ടൈറ്റ്. തീ കുറയ്ക്കാം. കുക്ക് ചെയ്യാം. നമുക്ക് കുക്ക് ചെയ്യാമേ. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി. കൂടുതൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ 4 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. തിളച്ചുകൊണ്ടിരുന്ന വെള്ളമാണ്. അതിൽ നിന്നും 1/2 കപ്പ് ആദ്യം നമ്മൾ ടൊമാറ്റോ ഒക്കെ വഴറ്റിയ സമയത്ത് ചേർത്തു. പിന്നെ ബാക്കിയെല്ലാം കൂടി ഒഴിച്ചു റൈസ് ഇട്ടതിന് ശേഷം. നോക്കിക്കോളൂ. യെസ്, വാവ്, ഇറ്റ് ഈസ് റെഡി. തമ്മിൽ ഒട്ടാണ്ട് നല്ല അതേസമയം വേവുകയും ചെയ്തു. പീസസും വെന്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. ചിക്കൻ കറി റൈസ് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞല്ല വരുന്നത്. അത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് സെല റൈസ് ആണെങ്കിലാണ് ഇങ്ങനെ തന്നെ കിട്ടുന്നത്. ആവശ്യത്തിന് വേഗവും ചെയ്യും, കുഴയുകയില്ല. ഒരു ഇച്ചിരി ഒന്ന് ഡ്രൈ ആവാനുണ്ട്. അതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവും. ചിക്കനെല്ലാം നല്ല വെന്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ സൂചന എന്താണെന്ന് ഞാൻ കാണിച്ചത്. കണ്ടോ, വിട്ട് വരും. ലെഗിൻ്റെ പീസൊക്കെ നല്ല വിട്ട് വരും. എല്ലിൽ നിന്നും വിട്ട് വരുന്നൊരു പാകം. സംഭവം റെഡി. ഇനി ഇതങ്ങ് അടച്ചു വെച്ച് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് ഇരുന്നുള്ളൂ. നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുത്താൽ മതി. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകുന്നു. പെർഫെക്റ്റ് ചിക്കൻ കറി റൈസ് ഇസ് റെഡി. നമ്മൾ അടിപൊളി ചിക്കൻ കറിയും ചോറ് കഴിക്കുന്നവരെ ചിക്കൻ കറി റൈസ് കഴിച്ചാൽ മതി. 1 പോട്ട് ഡിഷ്. ഇത് വിഷ്ണുവിന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. യു വിൽ ലൈക്ക് ഇറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം അനുക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. അപ്പോൾ 2 ആൾക്കും ഓക്കെ. ഈവൻ പൊടുമോൾക്കും ഇഷ്ടമാണ് ചിക്കൻ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒരു സാലഡ് ഉണ്ടാക്കാൻ പോകുന്നു. റൈത്ത, ടൊമാറ്റോയും പിന്നെ സവാളയും പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് കുറച്ച് തൈരും മതി. അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഫ്രഷ്. ഇനി കുറച്ച് പുതിന ഒരു മണത്തിനിരിക്കട്ടെ. ജസ്റ്റ് ഇങ്ങനെ മുകളിലിങ്ങനെ എന്നിട്ട് ഇത് അടച്ചിടാം. അപ്പോൾ കുറച്ച് വാടി അതിൻ്റെ മണമൊക്കെ വരും. ഞാനൊരാളെ കാണിച്ചു തരാം. വിഷ്ണു മോൻ ഇസ് ഹിയർ, ലാൻഡഡ് ട്രിവാൻഡ്രത്തെത്തി. 1 മാസത്തെ അവധിക്ക് വന്നിരിക്കുകയാണ്. ഓണമൊക്കെ കഴിഞ്ഞേ പോകുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ പാർവതി ആൻഡ് ഫാമിലി എത്തും. ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങളെല്ലാവരും കൂടി ഉള്ള ഒരു കെങ്കേമമായ ഓണമാണ്. എല്ലാ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടാകും. വിഷ്ണു അവിടെ എങ്ങനെയുണ്ട്? സുഖമാണോ? ഞാൻ ആക്ച്വലി 1 വർഷമായി നാട്ടിൽ വന്നിട്ട്. കാര്യം ഇവരെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. ശരിയാണ്. ഞാൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് കുറച്ചാളായി. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ ചേച്ചിയും ഫാമിലിയും വരുന്നു. എല്ലാം ഒരു സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങൾ എക്സൈറ്റഡ്. അപ്പോൾ അവിടെ ഹാപ്പിയാണ്. ദുബായിൽ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ ആളുണ്ട്. ഒരു ലേഡി വന്നിട്ട് പോകും പാർട്ട് ടൈമായിട്ട്. പിന്നെ എപ്പോഴും വിളിക്കും, വീഡിയോ കോളിലൊക്കെ കാണുന്നുണ്ട്.
വിഷ്ണുവിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും അന്വേഷിക്കാറുണ്ട്. അവിടെ വെച്ച് നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെ കാണാറുണ്ട് പലയിടത്തായിട്ടും. അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. പിന്നെ വിഷ്ണു അവിടെ ആണെങ്കിലും നമ്മുടെ LN വ്ളോഗ്സിൻ്റെ തമ്പ്നെയിലൊക്കെ ചെയ്യുന്നത് വിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ കണക്ഷൻ കംപ്ലീറ്റ് വിട്ടല്ല നിൽക്കുന്നത്. അനുകുട്ടി ഉണ്ട് ഇവിടെ, അനുകുട്ടി ബിസി. പുടുമോൾ ആ സൈഡിൽ ഇപ്പോൾ അറിഞ്ഞില്ല, ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് പുടു അറിഞ്ഞിട്ടില്ല, അറിഞ്ഞപ്പോൾ ഓടി വരും. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം. എന്ത് പറയുന്നു? കാണാം. നമ്മുടെ റൈത്ത, ഒണിയൻ, കുക്കുംബർ, ടൊമാറ്റോ എല്ലാം കൂടി ചേർന്നിട്ടുള്ള റൈത്താണ്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം, ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിടാം. സലാഡ് കുക്കുംബറും മല്ലിയില, കുറച്ച് ഉപ്പ് ആദ്യം ഇടാം. ഇതിൽ പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞിടാം, പക്ഷേ ഞാൻ അത്യാവശ്യം സ്പൈസിയാണ് നമ്മുടെ റൈസ്. ചിക്കൻ കറി റൈസ് അല്ലേ, ഇതിൽ പച്ചമുളക് വേണ്ട. കുക്കുംബർ ഉള്ളതുകൊണ്ട് കുറച്ച് ജ്യൂസാകും ഇച്ചിരി കഴിയും. പഞ്ചസാരയും കുറച്ച് അല്പം ചെറിയൊരു ബാലൻസിങ്ങിനാണ്. അപ്പോൾ വിഷ്ണുവിനുള്ള ലഞ്ച് ഇസ് റെഡി. വിഷ്ണു കഴിക്കാനൊക്കെ റെഡിയായി വന്നിരിക്കുന്നു. ഇത് വിഷ്ണു ഇങ്ങനെ ബിരിയാണിയാണോ? ബിരിയാണിയല്ല, കണ്ടത് ചിക്കൻ കറി റൈസ്. യെസ്, ഇത് ചെറിയ പീസായിപ്പോയി, കുറച്ചുകൂടെ വലിയ പീസ് തരാം. അച്ചാർ ഏത് വേണം? അടിപൊളി പിക്കിളുണ്ട്. ദിസ് ഈസ് കൊണ്ടാട്ടം മുളക് പിക്കിൾ. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കൊണ്ടാട്ടം മുളക് പിക്കിൾ. പക്ഷേ സ്പൈസി ആൻഡ് സ്വീറ്റ് ആണ്. ചിക്കൻ ബിരിയാണി അല്ല, ചിക്കൻ കറി റൈസ് എങ്ങനെയുണ്ടെന്ന് വിഷു പറയാം. ചെൽമി അതിനും കൂടെ പ്ലേറ്റ് എടുക്കട്ടെ. ടേസ്റ്റ് അത് പറ്റാ അങ്ങനെയല്ലേ പറയുള്ളൂ. ശരിക്കും പറയും. അനു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. അയ്യോ, ബിരിയാണി പോലെ ലുക്കിൽ ബിരിയാണി ചിക്കൻ കറി റൈസ് എന്ന് പറയുമ്പോൾ ചിക്കൻ കറിയും ചോറും കൂടെ നല്ല അല്ലേ? വെരി നൈസ്, നൈസ് നൈസ്, എക്സലൻറ്റ്. കുറേ നാളുകൾക്ക് ശേഷം വിഷ്ണുവിന് നെത്തോലി അന്വേഷിച്ചാണ് കിട്ടിയില്ല. ഇപ്പോൾ സീസൺ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയില്ല, അവന് ഭാഗ്യമില്ല ഇന്ന്. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നെത്തോലി ഫ്രൈ എല്ലാം തരാം. അനുവിന് പ്ലേറ്റിൽ കഴിക്കാൻ തോന്നുന്നില്ലേ? എനിക്ക് ലെഗ് പീസ്. ഓക്കെ, അനുവിന് ലെഗ് പീസാണ് ഇഷ്ടം, വിഷ്ണുവിന് അതല്ല ഇഷ്ടം. വിഷ്ണുസ് ഫേവററ്റ് പപ്പടം, അപ്പളം മുതലായ കാര്യം. അതെ, ബിരിയാണിയെക്കാട്ടിലും ടേസ്റ്റിയാണ് ഈ ചിക്കൻ കറി റൈസ്. ട്രൈ ചെയ്ത് നോക്കണേ, മറക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി വിഷ്ണു ഇവിടെ എത്ര നാളും കൂടി ഉണ്ട്? ഒരു മാസമാണ്. ഓക്കെ, ഒരു മാസമുണ്ട്. ഇനി പാർവതി വരുന്നുണ്ട്. പാർവതി 3 weeks. പാർവതി വിത്ത് ഫാമിലി. അപ്പോൾ വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വീട് ഒരുപാട് മാറ്റങ്ങൾ, റിനോവേഷൻ വർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും ഓട്ടം. അപ്പോൾ എന്ത് പറയാനുണ്ട്? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ചേച്ചി വരാൻ വെയിറ്റിംഗ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. തിരക്ക് പിടിച്ച് അളിയരും എല്ലാവരും വരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.